ചാരെ പാർട്ട് 8. അവളെ കണ്ടതും അവൻ ഒന്ന് ഇളിച്ചു കാണിച്ചു. ആ മാളിൽ നിന്ന് വാങ്ങി ഇത് തയ്യാറാക്കിയ ഇത്രക്ക് രുചി വരില്ല. ആ തെരുവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്ന് മേടിച്ച ആ കടയിലെ ചേട്ടൻ, ആ ചേട്ടൻ്റെ നാട്ടിൽ സ്വന്തമായി നിർമ്മിക്കുന്നതാ എല്ലാം. ആ ചേട്ടന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലെല്ലാം നെൽകൃഷി, പച്ചക്കറി കൃഷി, അങ്ങനെ ഒരുപാട് തൊഴിലുമുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഒരിടത്ത് ജോലി ചെയ്യുന്നത് കണ്ടോ? ആ ചേട്ടന് ആ സ്ഥലങ്ങളെല്ലാം ഫാക്ടറിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പല ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയോ അയാൾക്ക് കൊടുക്കാം. കാരണം അയാൾ കോടീശ്വരനായേക്കാം. അയാൾ കോടീശ്വരനാകുമെന്ന് അയാൾക്കും അറിയാം. പക്ഷേ ആ നാട്ടിലെ പല തൊഴിലാളികളുടെയും ജീവിത മാർഗമാണ് അവിടെ തൊഴിൽ ചെയ്യുക എന്നത്. അതുകൊണ്ട് ഒരാളെയും ഒറ്റ നിൽപ്പിൽ കണ്ട് വിലയിരുത്തരുത്. എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളും കാണും, സാഹചര്യങ്ങളും കാണും. അപ്പോൾ ഗുഡ് നൈറ്റ്. വൈഷ്ണവി വലിയൊരു വിവരണം പറഞ്ഞുകൊണ്ട് അവൾ പോയി കിടന്നതും അവൻ വാ പൊളിച്ചു നോക്കി നിന്നു. രാവിലെ പറഞ്ഞതിന് ഇവൾ ഉറങ്ങാതെ ഇരുന്ന് എന്നോട് പറയാനുള്ള ഡയലോഗ് പഠിക്കുമായിരുന്നു. ആരവ് ആത്മ കയ്യിലൊന്ന് വാശിത് അവൻ റൂമിലേക്ക് വരുമ്പോൾ അവൾ നല്ല ഉറക്കമായിരുന്നു. അവനും അവിടെ കിടക്കയുടെ ഓരോരത്തായി കിടന്നു. വൈഷ്ണവി ഒന്ന് കുളിച്ച് ഫ്രഷായിരിക്കുമ്പോഴാണ് ആരവ് വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്. ഒരു ദിവസം എത്ര ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു? ഈ AC റൂമിൽ ഇരുന്നിട്ട് ഇത്രയും അധികം വിയർത്തോ? അത് കണ്ട് അവൾ ആത്മ പറഞ്ഞതാണെങ്കിലും അവനത് കൃത്യമായി കേട്ടിരുന്നു. അതെല്ലാം ഒരു വൃത്തിയുടെ ഭാഗമാണ്. സ്വന്തമായി ഇതെല്ലാം അലക്കാനുള്ള സ്ഥിതി വന്നാൽ ഈ വൃത്തി പറക്കൂ. വൈഷ്ണവി അത് കേട്ടതും ആരവ് അവളെ ഒന്ന് സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നതും, എന്താണ് ആരവേ? പ്രഗ്നൻ്റ് ആയ ഭാര്യ അപ്പുറത്തെ മുറിയിലുണ്ടെന്ന ബോധം താങ്കൾക്ക് വളരെയധികം കുറവാണല്ലോ. എനിക്ക് പറയാനുള്ളത് രാത്രി അവിടെ കിടക്കണമെന്നതാണ്. വൈഷ്ണവി ആ സംസാരം വന്നതും അവളുടെ അടുത്തേക്ക് വരാനുള്ള ആ ഫ്ലോ അങ്ങ് പോയ പോലെ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. എവിടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ആരവ് ഗൗരവത്തിൽ പറഞ്ഞു പോയതും പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു നിന്നു. അതിനുശേഷം റൂമിൽ നിന്നും വൈഷ്ണവി അതും ആലോചിച്ച് തുള്ളിച്ചാടി ഇറങ്ങി വരുമ്പോഴാണ് പെട്ടെന്ന് എതിരെ വന്ന പ്രണവിനെ പോയി മുട്ടിയതും അവളൊന്ന് തല തടവിക്കൊണ്ട് മുന്നോട്ട് നോക്കിയതും മുമ്പിൽ പ്രണവിനെ കണ്ടതും അവൾ മാറിപ്പോകാൻ നിന്നതും പെട്ടെന്ന് പ്രണവ് അവളുടെ കയ്യിൽ പിടിച്ചു. വൈഷ്ണവി എൻ്റെ കൈവിട്. വൈഷ്ണവി തീഷ്ണത്തിൽ കൈ തട്ടി തെറിപ്പിച്ചു. വൈഷ്ണവി ഞാൻ നിന്നെ എവിടെയെല്ലാം തിരഞ്ഞെന്നറിയോ? ഞാൻ കരയാത്ത ദിവസങ്ങളില്ല അന്ന് തൊട്ട്. പ്രണവ് അവൻ സങ്കടത്തോടെ പറഞ്ഞതും അവൾ പുച്ഛത്തോടെ, ഓഹോ ആ സങ്കടമാവുമല്ലേ കല്യാണം വരെ കഴിക്കാൻ കാരണം. വൈഷ്ണവി അതെല്ലാം അമ്മ നിർബന്ധിച്ച് നടത്തിയതാ. എനിക്ക് അതിലൊരു താല്പര്യവുമില്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ ഇന്നും നീയാണ് വൈഷ്ണവി. പ്രണവ് അത് കേട്ടതും അവൾ ദേഷ്യത്തിൽ അവനെ നോക്കി. നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ സംസാരിക്കാൻ? ഒരിക്കൽ നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം വരെ കളഞ്ഞു വന്നവളാ ഞാൻ. അതോടെ എനിക്കെല്ലാം നഷ്ടമായി. ഇന്ന് നിന്നോട് എനിക്ക് വെറുപ്പ് മാത്രമാണുള്ളത്. അവൾ വെറുപ്പോടെ പറഞ്ഞതും, വൈഷ്ണവി നീ അങ്ങനെ പറയാതെ. ഞാൻ ഇത്രയും കാലം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പോടാ, ഈ കെട്ടിയ പെണ്ണിനെയും നിനക്ക് ഇനി കണ്ണീർ കുടിപ്പിക്കണം അല്ലേ? നിനക്ക് പോയി ചത്തൂടെ. വൈഷ്ണവി നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ എൻ്റെ ഉള്ളിൽ നീ മാത്രമാണ്. നിന്നെ കൊണ്ട് ഞാൻ പോകുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ സങ്കടത്തോടെ പറഞ്ഞതും, നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ സംസാരിക്കാൻ? ഒന്ന് പോടാ. ഈ വൈഷ്ണവി ഇപ്പോൾ വൈഷ്ണവി അല്ല, വൈഷ്ണവി ആരവാണ്. വൈഷ്ണവി നമുക്കിടയിൽ എന്തിനാവർ? ഞാൻ വൈശാലിയെ ഡിവോഴ്സ് ചെയ്തോളാം. ആ ആരവ് 2 ഭാര്യമാരൊക്കെ. എന്തിനാ നീ 2ാം ഭാര്യയായത്? നിനക്ക് ഞാനില്ലേ? അവനെ നീ ഒഴിവാക്ക്.
ഞാൻ നിന്നെ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ വാ നമുക്ക് ഇവിടെ നിന്ന് ഒളിച്ചോടാം. അത് പറഞ്ഞ് തീർന്നതും അവൻ്റെ മുഖം നോക്കി അവളൊന്ന് പൊട്ടിച്ചിരുന്നു. നീ നീ ഒരു സൈക്കോയാണോ? എന്താ നീ സംസാരിക്കുന്നത്? എനിക്ക് വേണ്ടി നീ കാത്തു നിൽക്കണ്ട. എനിക്കൊരു ഭർത്താവുണ്ട്. ആ പെണ്ണിനെങ്കിലും കണ്ണീർ കുടിപ്പിക്കാതെ സ്നേഹിക്കാൻ പഠിക്ക്. അവൻ്റെ ഒരു ഒളിച്ചോട്ടം. ഇനി ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ. ദേഷ്യത്തിൽ അവനെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ റൂമിലേക്ക് കയറി വാതിൽ ശക്തിയിൽ അവൻ്റെ മുമ്പിലായി കൂട്ടിയണച്ചു. ഇല്ല വൈഷ്ണവി, നിന്നെ കൊണ്ടേ ഞാനിവിടെ നിന്നും പോകൂ. പ്രണവ് ആത്മ. അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവൻ ദേഷ്യത്തിൽ നിന്നു. വൈഷ്ണവി റൂമിലേക്ക് ഓടിക്കേറിയതും അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കിയെ ലക്ഷ്യം വെച്ച് വരുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ആരവിനെ കാണുന്നത്. അവനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. നിനക്കെന്ത് പറ്റി? നിന്നെ ആരാ എന്താ പറഞ്ഞത്? അവളെ അങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ടതും അവൻ പെട്ടെന്ന് ആദിയോടെ ചോദിച്ചതും അവൾ തലയാട്ടിക്കൊണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതും അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. എന്ത് പറ്റി നിനക്ക്? എനിക്ക് എന്ത് പറ്റിയാലും നിനക്കെന്താ? എന്നെ ഒന്ന് വെറുതെ വിടുമോ? എനിക്ക് കുറച്ച് സമാധാനം വേണം. നിങ്ങളുടെ ഭാര്യയെ പോയി നോക്ക്, എന്നെ നോക്കാൻ എനിക്കറിയാം. വൈഷ്ണവി ദേഷ്യത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ മുഖഭാവം മാറി. നീ എൻ്റെ ആരാടി? അവൻ ദേഷ്യത്തിൽ ചോദിച്ചതും അത് എന്നോടാണോ ചോദിക്കണത്? ഞാൻ പോലും അറിയാതെ എന്നെ കെട്ടി എന്നും പറഞ്ഞു കൊണ്ടുവന്നത് ഞാനാണോ? അല്ലല്ലോ. എന്നിട്ട് ഒരു വർഷത്തിന് വിവാഹം പോലും. ഒരു ഭാര്യ എന്ന സ്ഥാനം എന്തായിട്ടാണ് നീയൊക്കെ കാണുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ മറ്റൊരു ഭാര്യയുണ്ട്. ഇപ്പോൾ അവൾ പ്രഗ്നന്റ്. പിന്നെ എന്തിൻ്റെ പേരിലാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതിന് എനിക്ക് നീ ഉത്തരം തന്നിട്ടില്ല. അതൊന്നും ഞാൻ അറിയണ്ട എന്നാവും അല്ലേ? എങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എന്നെ അറിയാൻ നീ ശ്രമിക്കണ്ട. ഞാനും ഒരു മനുഷ്യനാണ്. എനിക്കുമുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അല്ലാതെ എല്ലാവർക്കും തട്ടിക്കളിക്കാനുള്ള കുപ്പിയിൽ നിന്നും വന്ന ഒരു ഭൂതമല്ല ഞാൻ. എനിക്ക് കുറച്ച് സമാധാനം വേണം. വൈഷ്ണവി അതും പറഞ്ഞ് അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ദേഷ്യത്തിൽ ബാത്റൂമിലേക്ക് ഓടിക്കയറി. അവൻ ഒരു നിമിഷം അന്തിച്ചു നിന്നു. പിന്നെ പെട്ടെന്ന് ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇതേ സമയം വൈഷ്ണവി ആ ഷവറിൻ്റെ താഴെ ഇരുന്ന് പൊട്ടിക്കരയുമായിരുന്നു. എല്ലാം ഒന്ന് മറന്നു വരുമായിരുന്നില്ലേ? എന്നിട്ട് എന്തിനാ വീണ്ടും അവനെ അങ്ങനെ കാണാനുള്ള ഒരവസരം നീ ഉണ്ടാക്കിയത്? എന്നെ പരീക്ഷിച്ചിട്ട് നിനക്ക് മതിയായില്ലേ ദേവി? ഓരോന്നാലോചിച്ചിരുന്നു. കരച്ചിലിന് ഒരു ശമനം വന്നതും പെട്ടെന്ന് അവൾക്ക് ആരവിൻ്റെ കാര്യം ഓർമ്മ വന്നതും അവൾ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റൂമിലേക്ക് വരുമ്പോൾ അവൻ അവിടെ ഇല്ലായിരുന്നു. ഷെടാ, ആ പ്രണവിനോട് തോന്നിയ ദേഷ്യമെല്ലാം എന്തിനാ ആരവിനോട് തീർത്തത്? ഇല്ലെങ്കിൽ ഒരു പ്രണവിന് വേണ്ടി ഞാൻ എന്തിനാണ് ഈ കരയുന്നത്? എൻ്റെ ജീവിതം ഒന്നുമല്ലാതെ ആക്കി തീർത്തു പോയ അവന് വേണ്ടി നീ കരയരുത് വൈഷ്ണവി. അവൾ ഒരു വാശിയോടെ അവളുടെ കണ്ണുകളെ തുളച്ചു. പകരം വീട്ടണം ഇതിന് നീ. നിന്റെ ജീവിതം നശിപ്പിച്ച അവന് വേണ്ടി നീ ഇനി കരയരുത്. അവൾ എന്തോ ഉറച്ച തീരുമാനത്തോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടക്കുമ്പോഴാണ് ദീപ്തി അങ്ങോട്ട് വരുന്നേ. വൈഷ്ണവി, ആരവിന് എന്ത് പറ്റി? ദീപ്തി അത് കേട്ടതും വൈഷ്ണവി എന്താണെന്ന പോലെ അവളെ തിരിഞ്ഞു നോക്കി. ആരവ് ദേഷ്യത്തിൽ പോകുന്നത് കണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദീപ്തി അത് കേട്ടതും വൈഷ്ണവി ദീപ്തിയെ തന്നെ നോക്കി. സത്യം പറ ദീപ്തി, നീ അവൻ്റെ ഭാര്യയല്ലേ? ആ ചോദ്യം കേട്ടതും ദീപ്തി ഒന്ന് ഞെട്ടി. ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏത് പെണ്ണിനാ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ സഹിക്കാൻ കഴിയുക? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക, എന്തിനു വേണ്ടിയാ അവൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ ഉണ്ടെങ്കിൽ എന്തിനാ അവൻ എന്നെ
നീ ഒരു പ്രഗ്നൻ്റ് അല്ലേ? നീ ഇപ്പോൾ സ്നേഹം കൂടുതൽ നീ ആഗ്രഹിക്കുന്ന അവൻ നിന്റെ അടുത്തേക്ക് എപ്പോഴും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നെ എന്തിനാ കൊണ്ടുവന്നേ? അത് എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. വൈഷ്ണവി അല്പം ഗൗരവത്തിൽ ചോദിച്ചതും ദീപ്തി എന്ത് പറയും എന്നില്ലാതെ അവളെ നോക്കി. വൈഷ്ണവി, ഞാൻ... പെട്ടെന്ന് ദീപ്തിക്ക് തലചുറ്റൽ അനുഭവപ്പെട്ടതും അയ്യോ എന്തു പറ്റി? വൈഷ്ണവി. ദീപ്തി ബോധം കെട്ട് വീണപ്പോയേക്കും വൈഷ്ണവി അവളെ താങ്ങി പിടിച്ചിരുന്നു. എന്തിനാ ആരവ് എല്ലാം അവളിൽ നിന്നും ഒളിപ്പിച്ചു വെക്കുന്നത്? തുറന്നു പറഞ്ഞൂടെ നിനക്ക്? ദീപ്തി. അവൻ്റെ മുറിയിൽ കിടക്കയിൽ ക്ഷീണിച്ചിരിക്കുന്ന ദീപ്തി പറഞ്ഞു. അവൻ ആ കിടക്കയിൽ ഇരുന്നു കൊണ്ട് ഗ്ലാസ് ഡോറുമായി പൂളിലേക്ക് നോക്കിയിരിക്കുന്ന വൈഷ്ണവിയെ നോക്കി. എല്ലാം പറയണം, പക്ഷേ നിനക്കറിയാത്ത ഒരുപാട് പ്രശ്നമുണ്ട് ദീപ്തി. ആ ഇരിക്കുന്ന അവളെ കൊല്ലാൻ വരെ ആളുകൾ നടക്കുന്നു. ആരാണവർ അറിയില്ല. എന്തിനവളെ കൊല്ലാൻ ശ്രമിക്കുന്നു അതും അറിയില്ല. അതെല്ലാം അറിയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അന്വേഷണത്തിൽ നിന്നും ഒന്നും കിട്ടിയിട്ടുമില്ല. അതറിയാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നതും. കൊല്ലാൻ ആളുകളോ? ദീപ്തി അവൾ ഒരു ഞെട്ടലോട് ചോദിച്ചു. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതൊന്നും പറയാനുള്ള ടൈം ആയിട്ടില്ല. നീ ഒന്ന് വിശ്രമിച്ചോ. അതും പറഞ്ഞ് ആരവ് അവിടെ നിന്നും എണീറ്റ് പോയി. ദീപ്തി ഒന്നും മനസ്സിലാവാതെ ഇരുന്നു. തുടരും. അപ്പോൾ ഇഷ്ടമായാൽ ഒരു അഭിപ്രായം കുറിക്കാനും മറക്കരുതേ.